സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നെപ്പോലെയുള്ള ന്യൂ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു അപ്ഡേഷനാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊലാബറേഷൻ. യൂട്യൂബ് നമുക്ക് പുതിയൊരു ഫീച്ചറും കൂടി പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. കൊലാബറേഷൻ മെത്തേഡ് നമുക്ക് യൂട്യൂബ് ഓണാക്കി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് നിങ്ങൾക്ക് പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോസിനോ, ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വീഡിയോസിനോ നിങ്ങൾക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ, ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലാണ് ഞാനിതിൽ ചേഞ്ച് വരുത്താൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ്, അത് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം. ഇനി ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച കണ്ടൻറ്റ് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കണ്ടൻറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് തുറന്നു വരും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തുറന്നു വരും. അതിനകത്ത് നിങ്ങൾക്ക് ഇൻവൈറ്റ് എ കൊലാബറേറ്റർ എന്നുള്ള ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി എനിക്ക് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കൊലാബറേറ്റേഴ്സ് ഉണ്ട്. ഞാനൊരു പുതിയ കൊലാബറേറ്ററിനെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സെർച്ച് ഫോർ എ ചാനൽ എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒരു ചാനൽ, ഞാൻ ഓൾറെഡി അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പേസ്റ്റ് ചെയ്തതാണ് അവിടെ. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ചാനൽ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ അനാലിറ്റിക്സ്, അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ദേ വോണ്ട് ആക്സസ് ടു ദ റവന്യൂ, അതായത് ദാറ്റ് മീൻസ് നമ്മുടെ റവന്യൂ അവർ കാണുന്നില്ല, അല്ലെങ്കിൽ കാണണമെങ്കിൽ നിങ്ങൾക്കത് ഇനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് വേണ്ടതുപോലെ ചെയ്യുക. ഓൺ ഓഫ് ബട്ടൺ അവിടെയുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി എൻ്റെ കയ്യിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. ഞാൻ വേണ്ട ആൾക്ക് സെലക്ട് ചെയ്തു, ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ലിങ്ക് അവരിലേക്ക് സെൻഡ് ആയിട്ടുണ്ട്. തിരിച്ചു വരിക. എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ ഒന്നുകൂടെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ഇൻവൈറ്റ് കൊലാബറേറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ കാണാം ഇൻസ്പയറിംഗ് ഡീപ്പോർട്ട് പെൻഡിങ് ആക്സെപ്റ്റൻസ് എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഷെയർ ചെയ്ത ലിങ്ക് ഇനി അവരെന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് അത് ആക്സെപ്റ്റ് കൊടുക്കണം. എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതുപോലെ മുന്നിൽ കാണിക്കുന്നില്ലേ ആക്റ്റീവ് കൊലാബറേറ്റേഴ്സ്, ദേ ഓൾറെഡി ആക്സെപ്റ്റഡ്. ഞാൻ ആദ്യം അയച്ച ലിങ്ക് അവർ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് ആക്റ്റീവ് കൊലാബറേറ്റർ ആയിട്ട് കാണിക്കുന്നത്. മുകളിലുള്ളത്, താഴെയുള്ളത് അവർ ആക്സെപ്റ്റ് ചെയ്യണത്ര. ഞാനിപ്പോൾ ലിങ്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് പെൻഡിങ് ആക്സെപ്റ്റൻസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ ആക്റ്റീവ് കൊലാബറേറ്റേഴ്സായി മാറുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് അവരുടെ കൂടെ വ്യൂവേഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, അതായത് നമ്മുടെ വ്യൂവേഴ്സ് കൂടാതെ നമുക്ക് അവരുടെ വ്യൂവേഴ്സിനെയും കൂടെ കിട്ടുകയാണ്. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഈ 3 ചാനൽ, ഓൾറെഡി ആക്റ്റീവ് കൊലാബറേറ്റേഴ്സ് ആയിരിക്കുന്ന ഈ 3 ചാനലിൻ്റെ വ്യൂവേഴ്സിലേക്കും കൂടി എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പറും കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റും. ഇനി നമുക്ക് തിരിച്ച് പുറകിലോട്ട് പോവാം. നമ്മൾ വരുത്തിയ ഈ ചേഞ്ച് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ. എന്നെപ്പോലെയുള്ള ന്യൂ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേഷനാണിത്. ഇപ്പോൾ കൊലാബറേഷൻ മെത്തേഡ് യൂട്യൂബ് ഓൺ ആക്കിയിട്ടുണ്ട്, അല്ലെ? യൂട്യൂബ് നമുക്കൊരു പുതിയൊരു ഫീച്ചറും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഒന്നിത് ഫോളോ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് കാണാം. എന്തായാലും ഷുവറാണ്, സബ്സ്ക്രൈബേഴ്സ് 5 ഇരട്ടിയെങ്കിലും നമുക്ക് കൂടിയിരിക്കും. കാരണം നമുക്കൊരു വീഡിയോ മിനിമം 5 ആൾക്കാരിലേക്ക്, 5 ചാനൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, കൊലാബറേറ്റ് ചെയ്യാം. അതായത് ഒരു സിംഗിൾ വീഡിയോക്ക് നമുക്ക് 5 കൊലാബറേറ്റേഴ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് 5 ഇരട്ടി ആവാനുള്ള സാധ്യതകളുണ്ട് ഓരോ വീഡിയോസിനും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ.